പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാലം നൽകിയ മറ്റൊരു നിറവാർന്ന വസന്തരാവിന് കൂപ്പുകൈ പ്രണാമം. കീറ്റ്സും ഷെല്ലിയും ഒമർ ഖയാമും കാളിദാസനും സോളമനും ലോകകാവ്യ സൗന്ദര്യങ്ങളെ അണിയിച്ച നിറവാർന്ന രമണീയതയെ എല്ലാം തൻ്റെ പാട്ടിൽ എഴുതി ചാലിച്ചു തന്ന കാവ്യഗന്ധർവനാണ് വയലാർ രാമവർമ്മ. മലയാളിയുടെ ലോകബോധത്തെ വളർത്തിയെടുത്തത് വയലാറിൻ്റെ പാട്ടുകളിലൂടെയാണ്. ഇന്നിവിടെ നമ്മൾ കൊടി ഇറക്കുന്നത് വയലാറിൻ്റെ മറ്റൊരു അതിമനോഹരമായ ഗാനമാണ്. ദേവരാജൻ മാസ്റ്റർ ഈണം നൽകി ഭൂമിദേവി പുഷ്പിണിയായി എന്ന സിനിമയിൽ യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇന്നത്തെ സംക്രമ വസന്തരാവിന് തിലകക്കുറി ചാർത്തുന്നത്. മഴത്തുള്ളികൾ പ്രാണസഖിയുടെ യൗവന സൗന്ദര്യം കുതിർത്ത് പൊതിഞ്ഞ് നുകരുന്നത് മിഴിപൂട്ടാതെ നോക്കുന്ന കാമുകനെയാണ് പല്ലവിയിൽ കാണുന്നത്. നമുക്ക് പല്ലവി നോക്കാം. പനിനീർമഴ, പൂമഴ, തേൻമഴ, മഴയിൽ കുതിരുന്നൊരഴകേ, നനയുന്നതു കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. പല്ലവി നോക്കൂ. പനിനീർ മഴയിൽ കുതിരുന്ന സൗന്ദര്യമേ, അഴകേ, നനയുന്നത് നിന്റെ ഉടയാടകളാണോ അതോ നിന്നെ പൊതിയുന്ന യൗവനമാണോ എന്ന് കാമുകൻ പ്രിയ സഖിയോട് ചോദിക്കുകയാണ്. ഇതാണ് പല്ലവി. ഇനി അനുപല്ലവിയിലേക്ക് വരുമ്പോൾ അതിഗംഭീരമായ ഒരു കാളിദാസ കൃതിയുടെ ചെറിയൊരു ഭാഗത്തെ ഇവിടെ കവി അനാവരണം ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. മഹാകവി കാളിദാസൻ സ്വർണലിപിയാൽ രചിച്ച സംസ്കൃത മഹാകാവ്യമായ കുമാരസംഭവത്തിൽ പാർവതീദേവി ശിവഭഗവാനെ ജീവിത പങ്കാളിയാക്കാൻ നടത്തിയ ആദ്യ ഉദ്യമം പരാജയപ്പെട്ടപ്പോൾ ദേവി ഹിമാലയത്തിൽ തൻ്റെ ആഗ്രഹ പൂർണ്ണതയ്ക്കായി തപസ്സനുഷ്ഠിക്കുന്നു. പ്രകൃതിയിലെ ഋതുകാല ഭേദങ്ങൾ ചെലുത്തുന്ന സ്വാധീനങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് തുടരുന്ന തപസ്സിൽ വർഷം എത്തിയപ്പോൾ പെയ്തിറങ്ങിയ മഴയിൽ ഒരു യോഗിനിയെപ്പോലെ തപസ്സനുഷ്ഠിക്കുന്ന ദേവിയുടെ പത്മദള സമാനമായ ശരീരത്തിൽ മഴത്തുള്ളികൾ യാത്ര ചെയ്യുന്നതിന് കാളിദാസൻ തൻ്റെ കാവ്യഭാവനയുടെ ശൃംഗത്തിൽ നിന്ന് മനക്കണ്ണുകൊണ്ട് നോക്കിക്കണ്ട രമണീയ ദൃശ്യത്തെ സംസ്കൃത ഭാഷയിൽ കൂടി പൊന്നരഞ്ഞാണം തീർത്തതിനെ കാവ്യഗന്ധർവൻ വയലാർ രാമവർമ്മ മലയാള പരിഭാഷയിൽ കൂടി മലയാളികളെ അതിശയിപ്പിക്കത്തക്ക ആനന്ദ സ്വരൂപരാക്കി മാറ്റുന്നു. അത്ര മനോഹരമാണ് അനുപല്ലവി. നമുക്ക് അനുപല്ലവി നോക്കാം. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമലക്കൂമ്പുകൾ നുള്ളി, മാറിൽ പൊട്ടി തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി, പൊക്കിൽ കൊഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി സുന്ദരിയാക്കി. അനുപല്ലവി നോക്കൂ. കാവ്യബിംബങ്ങളാൽ, ദാറ്റ് മീൻസ് പൊയറ്റിക്കൽ മെറ്റഫറാൽ ആശയത്തെ ഉടയാടയണിയിപ്പിച്ച് മനോജ്ഞമാക്കിയിരിക്കുകയാണ് കവി ഇവിടെ. പെയ്തിറങ്ങുന്ന തേൻപഴ കൺപീലികളിൽ തങ്ങി, കൺപീലി കണ്ണിൻ്റെ രോമങ്ങളാണ്, അവിടെ തങ്ങി വിടരാൻ വെമ്പി നിൽക്കുന്ന താമരമൊട്ടുപോലെയുള്ള ചുണ്ടിനെ നുള്ളി, അതാണ് ചുണ്ടിലെ കമലക്കൂമ്പുകളെ നുള്ളുക. അത് മാറിൽ പൊട്ടി തകർന്ന് ചിതറി, മാറിലെ താഴേക്കുള്ള മൃദുരോമങ്ങൾ ഇടറി തഴുകി അവിടെ നിന്ന് പൊക്കിൽ കുഴിയൊരു തടാകമാക്കിയ, തടാകം സരോവരമാണ്, തടാകമാക്കിയ പവിഴമഴത്തുള്ളി പണ്ട് ശ്രീ പാർവതിയെ സുന്ദരിയാക്കിയതുപോലെ നിന്നെയും സുന്ദരിയാക്കി. എത്ര മനോജ്ഞമാണല്ലേ ഇവിടെ ഭാവന. എന്തൊരു മനോഹരമായിട്ടുണ്ടല്ലേ വയലാർ. അത് മലയാളത്തെ പരിഭാഷപ്പെടുത്തിയപ്പോൾ
നമ്മുടെ സംസ്കൃതം അറിയാത്ത മലയാളികൾക്ക് ഒരു ഭാഗ്യമല്ലേ വയലാർ കണ്ടെത്തിയ ആ സംസ്കൃതത്തിൻ്റെ മലയാള ഭാഷ. നമുക്ക് ചരണത്തിലേക്ക് വരാം. ഈ ചരണത്തിൽ ഈ മഴയുടെ ആഗമനം കാവ്യബിംബങ്ങളാൽ ചേതോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഈ ശാസ്ത്രവും കലയും ഇവിടെ കൈകോർത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. നോക്കൂ, ചരണം നോക്കാം. മേഘപ്പൂക്കളിലൂടെ മുകളിലെ മഴവിൽ പൊയ്കയിലൂടെ കാറ്റിൻ ചിറകിൽ പിടിച്ചു കയറി കനകപ്പൂമ്പൊടി പൂശി മണ്ണിൻ മനസ്സിലെ വികാരമായൊരു മധുരമഴത്തുള്ളി പണ്ടു ഭാഗീരഥിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി. ഇതൊരു മനോഹര. നമുക്ക് നോക്കാം. മേഘപ്പൂക്കൾ എന്ന് പറയണേ, ഈ മേഘപ്പൂക്കൾ എന്ന് വെച്ചാൽ അത് കാവ്യബിംബമാണ്, മെറ്റഫറായിട്ട് ഉപയോഗിച്ചൊക്കെയാണ്. മേഘപ്പൂക്കൾ എന്ന് വെച്ചാൽ മഴത്തുള്ളികളാണ്. അങ്ങനെ മഴത്തുള്ളികൾ ഇവിടെ വിതുമ്പി നിൽക്കുകയാണ്. എന്തുകൊണ്ട് വിതുമ്പി നിൽക്കുന്നത്? ഇതുകൊണ്ട് ഈ മഴത്തുള്ളികളാൽ വിതുമ്പി നിൽക്കുന്ന മേഘങ്ങൾ, അതിനു മുകളിലായിട്ട് മഴവില്ല് വന്നിരിക്കുകയാണ്. ഈ മഴവില്ലിനെ കവി ഇവിടെ പൊയ്കയായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. എന്തൊരു മനോഹരമല്ലേ! ഈ മഴവില്ല് എപ്പോഴാണ് പൊയ്കയാവേണ്ടത്? കാരണം മഴവില്ലിൽ മഴത്തുള്ളികൾ ഒരു പ്രിസം പോലെ വർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ മഴവില്ലിനെ കവി ഇവിടെ പൊയ്കയായിട്ട് ഉപമിക്കുകയാണ്. അങ്ങനെ മഴവില്ല് എത്തിക്കഴിഞ്ഞു. ഈ പ്രിസം പോലെ നിൽക്കുന്ന മഴവില്ല് സൂര്യപ്രകാശം സന്നിവേശിക്കുമ്പോഴാണ് 7 നിറമുള്ള മഴവില്ലായി നമ്മൾ കാണുന്നത് അതിനെ. അപ്പോൾ മഴത്തുള്ളികൾ നിറച്ച ഈ സമയത്ത് മഴത്തുള്ളികൾ നിറച്ച കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി കാറ്റും കൂടി വന്നെത്തി അതിനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ സൂര്യപ്രകാശം അവിടെ മറയ്ക്കുന്നു. അപ്പം മഴവില്ല് സ്വാഭാവികമായിട്ട് അപ്രത്യക്ഷമാവുന്നു. അതിന് കവി ഉപയോഗിച്ച വാക്ക് കനക പൂമ്പൊടി പൂശയാണ്. അപ്പം മഴവില്ലായിട്ട് നിന്ന കനകം പോലത്തെ മനോഹരമായ വർണ്ണനിറമായിട്ടുള്ള ആ മഴവില്ല് മേലെ മാനത്ത് ഇങ്ങനെ കനകപ്പൂമ്പൊടി പൂശിക്കളയുമെന്ന് പറഞ്ഞത്. ഇതൊരു മനോഹരമല്ലേ? എന്നിട്ടോ ഇങ്ങനെ ഇതോടെ ആ കാർമേഘങ്ങൾ, ആ മഴത്തുള്ളികളാൽ നിവേശിക്കപ്പെട്ട കാർമേഘങ്ങൾ കാറ്റേറ്റ് മഴയാൽ മണ്ണിൻ മനസ്സിലെ വികാരമായിട്ട് മധുര മഴത്തുള്ളി ഭൂമിയിലേക്ക് ചൊരിയുകയായി. ഇതാണ് ചരണത്തിൽ കവി പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ മഴത്തുള്ളികളെ ഒരു പുഷ്പിണിയാക്കിയിട്ട് കവി ഉപമിക്കുകയാണ്. ആരുമായിട്ട്? ഭഗീരഥനായിട്ട്, ഭഗീരഥ നദിയുമായിട്ട് മഴത്തുള്ളിയെയും ഒരു പുഷ്പിണിയാക്കി ഉപമിച്ച് ചരണത്തെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയും ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു താരതമ്യ പഠനം വന്നു. നമ്മൾ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ആകാശത്ത് നിന്ന് ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികളൊക്കെ പണ്ട് ഒരു ഭഗീരഥി നദിയെപ്പോലെ അതിനെയും പുഷ്പണിയാക്കിയെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇവിടെയും കവി എന്താണ് ചെയ്യണത്? കവി ഇവിടെയും ഐതിഹ്യങ്ങളാൽ മഴത്തുള്ളിയെ പൊട്ടുചാർത്തുകയാണ്. അപ്പോൾ നമുക്ക് ആ കഥ ഒന്ന് നോക്കാം, ജസ്റ്റ് ഓടിച്ച്. പണ്ട് ഭഗീരഥൻ രാജാവ് തൻ്റെ അന്തരിച്ച പൂർവകാല തലമുറകൾക്കായി സംസ്കാര കർമ്മങ്ങൾ നടത്തിയെങ്കിലും അഗ്നി ഉപേക്ഷിച്ചിട്ട അവശിഷ്ടങ്ങൾ ജലത്താൽ നിമഞ്ജനം ചെയ്ത് അവർക്ക് ആത്മമോക്ഷം കിട്ടുന്നതിന് ഭഗീരഥൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു പുതിയ ജലപ്രവാഹം ഉത്ഭവിപ്പിക്കുന്നതിന് നീണ്ടു നടത്തിയ തപസ്സിൻ്റെ ഫലമായി ഉണ്ടായ ജലപ്രവാഹം ഭഗീരഥൻ്റെ പേരാൽ അറിയപ്പെടുന്നു. ഇതാണ് ഐതിഹ്യം. അതാണ് ഭഗീരഥി നദിയായി അറിയപ്പെടുന്നത്. ഇവിടെ വയലാർ ആ ഉപമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മഴത്തുള്ളികളെ കവി ഇവിടെ ഭഗീരഥിയെപ്പോലെ പുഷ്പണിയാക്കി ഉപമിക്കുന്നു. ഈ ഓരോ മഴത്തുള്ളികളും പുഷ്പസമാനമാണത്. ശരിക്കും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഓരോ പൂമൊട്ടുകൾക്കും സമാനമാണ് ഓരോ മഴത്തുള്ളികളും. ഈ ഭൂമിയിലേക്ക് നിലംപതിക്കുമ്പോൾ ഒരു നിമിഷം അത് ഇതളുകൾ വിടർത്തി പുഷ്പസമാനമായി നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധയോടെ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എത്രയും ഉദാഹരണമുണ്ട് ഈ മഴത്തുള്ളികളെ പുഷ്പമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട്.
ഈ പുഷ്പത്തിന് ഗന്ധം ഉണ്ടാവുമല്ലോ, ആ പുഷ്പത്തിന് ഗന്ധം ഉണ്ടാവുന്ന പോലെ ചില സമയങ്ങളിൽ മഴ വന്ന് ഭൂമിയെ പൊതിയുമ്പോൾ ആ മണ്ണിൽ നിന്ന് നമുക്കൊരു ഗന്ധം ഉണ്ടാവും. അതും പുഷ്പഗന്ധത്തിന് സമാനമല്ലേ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പുഷ്പവും മഴത്തുള്ളികളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. അങ്ങനെ ചരണത്തോടു കൂടി ഈ അതിമനോഹരമായ കാളിദാസൻ്റെ കുമാരസംഭവത്തിലെ അതിമനോഹരമായ ചാരുതയാകുന്ന ഒരു പീസ് ഓഫ് ആർട്ട് എടുത്തുകൊണ്ട് ഈ പാട്ടിൽ തുന്നിച്ചേർത്ത് നമ്മുടെ കാവ്യഗന്ധർവൻ നിർമ്മിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഈ മനോഹര ഗാനം ഇവിടെ അവസാനിക്കുകയാണ്. വയലാറിൻ്റെ ഗാനസരോവരത്തിൽ നിന്നും ഒരു പൂവ് കൂടി നുള്ളിയെടുത്ത് അതിൻ്റെ ഇതളുകളുടെ കഥ പങ്കുവയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇവിടെ നമ്മൾ പിരിയുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഇഷ്ടജനങ്ങൾക്ക് അയച്ചു കൊടുക്കാം അഭ്യർത്ഥിക്കുന്നു. ഗാനം ആലപിക്കട്ടെ. പനിനീർമഴ, പൂമഴ, തേന്മഴ, മഴയിൽ കുതിരുന്നൊരഴകേ, നനയുന്നതു കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. പനിനീർമഴ, പൂമഴ, തേന്മഴ, കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമലക്കൂമ്പുകൾ നുള്ളി, കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമലക്കൂമ്പുകൾ നുള്ളി, മാറിൽ പൊട്ടിത്തകർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി, പൊക്കിൽ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ടു ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി പനിനീർമഴ, പൂമഴ, തേന്മഴ, മേഘപ്പൂക്കളിലൂടെ മുകളിലെ മഴവിൽ പൊയ്കയിലൂടെ, മേഘപ്പൂക്കളിലൂടെ മുകളിലെ മഴവിൽ പൊയ്കയിലൂടെ, കാറ്റിൻ ചിറകിൽ പിടിച്ചു കയറി കനകപ്പൂമ്പൊടി ഊശി, മണ്ണിൻ മനസ്സിലെ വികാരമായൊരു മധുരമഴത്തുള്ളി, പണ്ടു ഭാഗീരഥിയെ പോലെ നിന്നെയും പുഷ്പിണിയാക്കി പനിനീർമഴ, തേന്മഴ, പൂമഴ, മഴയിൽ കുതിരുന്നൊരഴകേ, നനയുന്നതു കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. പനിനീർമഴ, പൂമഴ, തേന്മഴ. ഇതങ്ങനെ ഒരു ഗാനസ്മൃതിയിൽ നിന്ന് ഒരു പുഷ്പം കൂടി നമ്മൾ അതിൻ്റെ ഇതളുകളെടുത്ത് പരിശോധിച്ച് അതെങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ പറയാം. എല്ലാവർക്കും എല്ലാവിധ സുഖങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ്, ബൈ.